യൂറോ ബോണ്ട്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂറോ ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. So a euro bond is a special type of bond issued in a currency that is different from that of the country or market in which the bond is issued. So euro bond എന്ന് പറഞ്ഞാൽ ഒരു കറൻസിയിൽ ഏതോ ഒരു കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആ കറൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കൺട്രി ഓർ മാർക്കറ്റ് ഇൻ വിച്ച് ദ ബോണ്ട് ഈസ് ഇഷ്യൂഡ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഏത് കൺട്രിയിലാണോ അല്ലെങ്കിൽ അത് ഏത് മാർക്കറ്റിലാണോ ആ കൺട്രിയിലല്ലാത്ത അവിടുത്തെ കറൻസി അല്ലാത്ത വേറൊരു കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. So euro bonds are categorized by the currency in which they are denominated. So euro bonds എന്ന് പറയുന്നത് കുറേ പലതരത്തിലുണ്ട്. ആ യൂറോ ബോണ്ട്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് കറൻസിയിൽ ഏത് രാജ്യത്തെ കറൻസിയിലെ ഡിനോമിനേഷനിലാണോ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പേരിലാണ് യൂറോ ബോണ്ട്സ് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ, a private company can issue a US dollar denominated euro dollar bond in Japan. അതായത് ജപ്പാനിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി, ജപ്പാനിലെ കറൻസി എന്ന് പറയുന്നത് യെൻ ആണ്, ആ ജപ്പാനിലുള്ള പ്രൈവറ്റ് കമ്പനി ഒരു യൂറോ ഡോളർ ബോണ്ട്, അതായത് US ഡോളറിലെ ഡിനോമിനേഷനുള്ള ബോണ്ടാണ് യൂറോ ഡോളർ ബോണ്ട്. ഓക്കെ, സോ ആ യൂറോ ഡോളർ ബോണ്ട് ഒരു യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ആ ബോണ്ടിനെ അറിയപ്പെടുന്ന പേരെന്താണ്, യൂറോ ഡോളർ ബോണ്ട്. ഓക്കെ, ഇനി യെനിലുള്ള ഡിനോമിനേഷനുള്ള ബോണ്ടാണെങ്കിൽ യൂറോ യെൻ ബോണ്ട്. അങ്ങനെ ഏത് കൺട്രിയിലാണോ നമ്മൾ ഏത് കൺട്രിയുടെ കറൻസിയിലാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആ കൺട്രിയുടെ പേരിലാണ് അല്ലെങ്കിൽ ആ കറൻസിയുടെ പേരിലാണ് ആ യൂറോ ബോണ്ട് അറിയപ്പെടുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂറോ എന്നുള്ള മീനിങ്, യൂറോ ബോണ്ടിൽ വരുന്ന യൂറോ എന്നുള്ളത് ഇറ്റ് ഡസൻറ്റ് മീൻ യൂറോപ്പ് ഓർ യൂറോ കറൻസി. യൂറോപ്പിൻ്റെ കറൻസി ആയിട്ടുള്ള യൂറോ കറൻസിയുടെ പേരിലല്ല ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സോ യൂറോ ബോണ്ട് എന്ന് പറയുന്നത് പിന്നെ എന്താണ്, ഇറ്റ് ആക്ച്വലി മീൻസ് എക്സ്റ്റേണൽ കറൻസി. സോ ഒരു രാജ്യത്ത് യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ കറൻസിയിലല്ലാത്ത വേറെ ഏതോ ഒരു രാജ്യത്തെ കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. സോ യൂറോ ബോണ്ട്സ് ആർ ഇൻ്റർനാഷണൽ ബോണ്ട്സ് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ ഇഷ്യൂഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്റ്റേണൽ ബോണ്ട്സ്. സോ നമ്മളുടെ ബോണ്ടുകളല്ലാതെ, ബോണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ആ ബോണ്ട് നമ്മളുടെ കമ്പനിയും നമ്മുടെ കൺട്രിയിലുള്ള കമ്പനീസും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു കൺട്രിയിലുള്ള കറൻസി ഡിനോമിനേഷൻസ് ആയിട്ടുള്ള ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്റ്റേണൽ ബോണ്ട്. സോ ഇവിടെ എക്സാമ്പിൾ പറയാം, UK ബേസ്ഡ് കമ്പനി മേ ഇഷ്യൂ യൂറോ ഡോളർ ബോണ്ട് ഇൻ ജപ്പാൻ. ജപ്പാനിൽ യൂറോ ഡോളർ ബോണ്ട് UK ബേസ് ചെയ്യുന്നൊരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് US ഡോളർ ഡിനോമിനേഷനിലുള്ളതാണ് യൂറോ ഡോളർ ബോണ്ട്. അതുപോലെ ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിൻഡിക്കേറ്റ് മേ ഇഷ്യൂ യൂറോ യെൻ ബോണ്ട് ഇൻ സിംഗപ്പൂർ. സോ ഈ യൂറോ യെൻ ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ ജപ്പാനീസ് യെൻ. ജാപ്പനീസിലെ യെൻ കറൻസി ആയിട്ടുള്ള അത് ഡിനോമിനേഷൻ ആയിട്ടുള്ള ബോണ്ടിനെ പറയുന്ന പേരാണ് യൂറോ യെൻ ബോണ്ട്. അത് ഇഷ്യൂ ചെയ്യുന്നത് എവിടെയാണ്, സിംഗപ്പൂരാണ്. ഓക്കെ, അപ്പോൾ സിംഗപ്പൂരത്തെ കറൻസി അല്ലാത്ത അതിന് പുറത്തുള്ള ഏതോ ഒരു കൺട്രിയുടെ കറൻസിയിലെ ഡിനോമിനേഷനിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യപ്പെടുമ്പോൾ അതിനെയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഹൂ ക്യാൻ ഇഷ്യൂ യൂറോ ബോണ്ട്? ആർക്കൊക്കെ യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യാം? പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ക്യാൻ ഇഷ്യൂ യൂറോ ബോണ്ട്, ഇൻ്റർനാഷണൽ സിൻഡിക്കേറ്റ്സ് ക്യാൻ ഇഷ്യൂ യൂറോ ബോണ്ട്, സിമിലർലി ഗവൺമെൻറ്റ്സ് ക്യാൻ ഇഷ്യൂ യൂറോ ബോണ്ട്. സോ who are in need of foreign denominated borrowings for a specified time, they can issue euro bond. ആർക്കാണോ ഫോറിൻ കൺട്രിയിലെ ഡിനോമിനേഷൻസിലുള്ള, അതായത് ഫോറിൻ കറൻസി ഡിനോമിനേഷൻസിലുള്ള ബോറോയിങ്സ് ആവശ്യമുള്ളത്, ഒരു കുറഞ്ഞ കാലയളവിലേക്ക് ആവശ്യമുള്ളത്, അവർക്ക് ഒക്കെ എന്ത് ചെയ്യാം, യൂറോ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം. സോ ഒരു ഇന്ത്യൻ കമ്പനിക്ക് US ഡോളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ കമ്പനിക്ക് യൂറോ ഡോളർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, സോ അതാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്.
So euro bonds are offered at a fixed interest rate like any other kind of bond. മറ്റുള്ള ബോണ്ടുകളെ പോലെ തന്നെയാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിനാണ് യൂറോ ബോണ്ടുകളും ഇഷ്യൂ ചെയ്യുന്നത്. ദേ ഓഫർ യുണീക്ക് അഡ്വാൻറ്റേജസ് ഫോർ റെപ്യൂട്ടബിൾ മൾട്ടിനാഷണൽ കമ്പനീസ് ടു റേസ് ലോ ഇൻട്രസ്റ്റ് ഡെറ്റ്. ഓക്കെ, ഫ്രം ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ലോ ഇൻട്രസ്റ്റിലുള്ള ഡെറ്റുകൾ കളക്ട് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പുറത്തുള്ള മാർക്കറ്റിൽ നിന്നും ഡെറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. സോ യൂറോ ബോണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ മാർക്കറ്റിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്യാനുള്ളൊരു വഴിയാണ് യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. സോ യൂറോ ബോണ്ട്സ് ഓഫർ സെവറൽ അതർ അഡ്വാൻറ്റേജസ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്യാം. മറ്റുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ദ കൺട്രി ഓഫ് ചോയ്സ്. സോ ഏതൊരു കൺട്രിക്കും എന്ത് ചെയ്യാം, യൂറോ ബോണ്ട് ഇഷ്യൂ ചെയ്യാം. ദേ ക്യാൻ ബി ഡിനോമിനേറ്റഡ് ഇൻ ദ കറൻസി ഓഫ് ചോയ്സ്. ഏത് കൺട്രിയുടെ കറൻസിയിലാണോ നമുക്ക് ഫണ്ട് ആവശ്യമുള്ളത് ആ കറൻസിയിലെ ഡിനോമിനേഷൻസിൽ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അതാണ് ഈ യൂറോ ബോണ്ടിൻ്റെ പ്രത്യേകത. A US company wishes to set up a new manufacturing facility in India. സപ്പോസ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു US കമ്പനിക്ക് നമ്മളുടെ ഇന്ത്യയിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ ഇറ്റ് റിക്വയർസ് ലാർജ് ക്യാപിറ്റൽ ഇൻ ദ ലോക്കൽ കറൻസി, ദാറ്റ് ഈസ് ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയിലെ ഡിനോമിനേഷൻ അവർക്ക് ആവശ്യമുണ്ട്. ഹൗവർ ഇറ്റ് ഡസൻറ്റ് ഹാവ് ദ നെസസറി ക്രെഡിറ്റ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആവശ്യത്തിലുള്ള ക്രെഡിറ്റ് ഇല്ല. സോ ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് വെരി ഹൈ. സോ ഇന്ത്യയിലുള്ള ഇന്ത്യൻ റുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. സോ വാട്ട് ഷുഡ് ദ കമ്പനി ഡു? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ദ US കമ്പനി സ്റ്റഡീസ് ദ ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ പാറ്റേൺ ആൻഡ് ഇഷ്യൂ യൂറോ റുപ്പി ബോണ്ട് ഇൻ സിംഗപ്പൂർ. ഓക്കെ, സോ US കമ്പനിക്ക് എന്ത് ചെയ്യാം, സിംഗപ്പൂരിൽ യൂറോ റുപ്പി ബോണ്ട്. ആ യൂറോ റുപ്പി ബോണ്ട് എന്ന് പറയുന്നത് ഏത് കൺട്രിയിലെ ഡിനോമിനേഷൻസിലാണോ, ഇപ്പോൾ US കമ്പനിയാണ്, അപ്പോൾ ആ കമ്പനിക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഇത് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ സിംഗപ്പൂരിൽ അവർ യൂറോ റുപ്പി ബോണ്ട്സുകൾ, ഇന്ത്യൻ റുപ്പി ഡിനോമിനേഷൻസിലുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നു. സോ അവർക്ക് എന്ത് ചെയ്യുന്നു, സിംഗപ്പൂരിലുള്ള ഇന്ത്യൻ റുപ്പി ഉള്ള ആളുകൾക്ക്, ഇന്ത്യൻ റുപ്പിയിലെ വെച്ചാൽ അത് സേവിങ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ യൂറോ റുപ്പി ബോണ്ട്സുകൾ പർച്ചേസ് ചെയ്തിട്ട് റുപ്പീസ് കളക്ട് ചെയ്യാം. അങ്ങനെ US കമ്പനിക്ക് എന്ത് കിട്ടും, US ഡോളേഴ്സ് കിട്ടുന്നു, ഇന്ത്യൻ റുപ്പീസ് കിട്ടുന്നു. സോ ദ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ഇന്ത്യൻ റുപ്പി അവൈലബിൾ ഇൻ ദെയർ സിംഗപ്പൂർ ബേസ്ഡ് അക്കൗണ്ട്സ്. സിംഗപ്പൂരിലെ അവരുടെ അക്കൗണ്ടുകളിൽ, സിംഗപ്പൂർ ബേസ്ഡ് അക്കൗണ്ട്സുകളിൽ ഇന്ത്യൻ റുപ്പീസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ബോണ്ട് പർച്ചേസ് ചെയ്യാം. സോ ഇവിടെയുള്ള പ്രത്യേകത നോക്കുക. US കമ്പനി, US-ലുള്ള ഒരു കമ്പനിയാണ്, ഈസ് ദസ് ഏബിൾ ടു ബോറോ മണി ഇൻ ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയിലുള്ള മണി അവർക്ക് ബോറോ ചെയ്യാൻ പറ്റുന്നു ബൈ ഇഷ്യൂയിങ് ബോണ്ട്. യൂറോ റുപ്പി ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് അവർ ഇത് ഇഷ്യൂ ചെയ്യുന്നത്. എവിടെ നിന്നാണ് അവരിത് കളക്ട് ചെയ്യുന്നത്? ഇൻ സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂരിൽ നിന്നുമാണ് ഇത് കളക്ട് ചെയ്യുന്നത്. സോ അതാണ് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞത്. ദിസ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ ദ കൺട്രി ഓഫ് ചോയ്സ്. ഏത് കൺട്രിയിലാണോ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യാൻ അത് നമുക്ക് തീരുമാനിക്കാം. ദേ ക്യാൻ ബി ഡിനോമിനേറ്റഡ് ഇൻ ദ കറൻസി ഓഫ് ചോയ്സ്. ഏത് കൺട്രിയുടെ കറൻസിയിലാണോ ഇത് ഇഷ്യൂ ചെയ്യേണ്ടത് അതും നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഏത് മൾട്ടിനാഷണൽ കമ്പനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഒരു യൂറോ ബോണ്ടിൻ്റെ പ്രത്യേകത. സോ യൂറോ ബോണ്ട്സ് ഹാവ് ബീൻ ഗിവൺ ഇൻ മെനി യുണീക്ക് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് കറൻസീസ്. സോ നമ്മൾ പറഞ്ഞു യൂറോ ബോണ്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂറോപ്യൻ കറൻസിക്ക് പറയുന്ന പേരല്ല, മറിച്ച് ഏതൊരു എക്സ്റ്റേണൽ കൺട്രിയുടെ കറൻസിക്കും ഈ യൂറോ ബോണ്ടുകൾ നമുക്ക് പറയാം. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ യാങ്കി ബോണ്ട്സ് എന്നാണ് പറയുന്നത്, മെറ്റഡർ ബോണ്ട്സ് സ്പെയിനിൽ, അങ്ങനെ പല രാജ്യത്തിലുള്ള ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾക്ക് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് യൂറോ ബോണ്ട്. യൂറോ ബോണ്ടിൻ്റെ പ്രത്യേകത, ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇഷ്യൂവേഴ്സ് ഫ്രീഡം, ഇഷ്യൂ ചെയ്യുന്ന ആളുടെ ഫ്രീഡം. ദേ ക്യാൻ സെലക്ട് ദ കൺട്രി ഓഫ് ചോയ്സ്, ദെൻ ദേ ക്യാൻ സെലക്ട് ദ കറൻസി ഓഫ് ചോയ്സ്. ചൂസ് ദ കൺട്രി വിത്ത് ഫേവറബിൾ റേറ്റ്സ്. ഏത് കൺട്രിയിലാണോ ഫേവറബിൾ റേറ്റ്സിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ആ കൺട്രിയെ സെലക്ട് ചെയ്യാം. ട്രേഡഡ് ഗ്ലോബലി. ഇതൊക്കെ യൂറോ ബോണ്ടിൻ്റെ പ്രത്യേകതകളാണ്. നെക്സ്റ്റ്, what are the different types of euro bonds available? So these are the different types of bonds available, euro bonds. So ആ ബോണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
സോ ഈ ഓരോ ബോണ്ടുകളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ഡെറ്റ് ബോണ്ട്. സോ സ്ട്രെയിറ്റ് ഡെറ്റ് ബോണ്ട് എന്ന് പറയുന്നത് ദീസ് ബോണ്ട്സ് ആർ ലൈക്ക് ഡിബഞ്ചേഴ്സ് പോലെയുള്ള ബോണ്ടുകളെയാണ് സ്ട്രെയിറ്റ് ഡെറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ: റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, റെഡീമബിൾ അറ്റ് ഫേസ് വാല്യൂ വിത്ത് പ്രൊവിഷൻസ് ഫോർ ഏർലി റിഡംഷൻ അറ്റ് പ്രീമിയം. റിഡീം ചെയ്യുമ്പോൾ അവർക്ക് പ്രീമിയത്തോട് കൂടെ റിഡീം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ ബോണ്ടുകൾക്ക്. അതുപോലെ അൺസെക്യൂർഡ് ആണ്, TDS അപ്ലിക്കബിൾ അല്ല, ആൻഡ് ദിസ് ബോണ്ട്സ് ആർ ബിയറർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇറ്റ് ക്യാൻ ബി ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതൊക്കെയാണ് ഈ ബോണ്ടുകളുടെ പ്രത്യേകതകൾ. അതായത് സാധാ ഒരു ഡിബഞ്ചർ പോലെയാണ് ഈ ബോണ്ട് വർക്ക് ചെയ്യുന്നത്. അടുത്തത് കൺവേർട്ടിബിൾ ബോണ്ട്സ്. ഈ ബോണ്ടുകളുടെ പ്രത്യേകതകൾ കൺവേർട്ടിബിൾ ഡിബഞ്ചർ പോലെ തന്നെയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എങ്ങനെയാണോ ഒരു കൺവേർട്ടിബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർക്ക് ഈ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ പ്രിഫറൻസോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്ന ഡിബഞ്ചേഴ്സിനെയാണ് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന യൂറോ ബോണ്ട്സിനെയാണ് കൺവേർട്ടിബിൾ യൂറോ ബോണ്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്ട്രെയിറ്റ് ഡെറ്റ് ബോണ്ടിനേക്കാളും കുറവായിരിക്കും ആൻഡ് ആർ കൺവേർട്ടഡ് ഇൻ ടു ന്യൂ സ്റ്റോക്ക് ഓൺ ദ മെച്യൂരിറ്റീൻ്റെ ടൈമിൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദ കൺവേർഷൻ പ്രൈസ് ഈസ് ഫിക്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ വിച്ച് ഈസ് അറ്റ് ദ പ്രീമിയം എബവ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ഇൻ വിച്ച് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഓൺ മെച്യൂരിറ്റി. അതായത് കൺവേർഷൻ പ്രൈസ് ആദ്യമേ ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് കൺവേർഷൻ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിനാണ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്തുള്ള സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ ട്രാൻച്ച് ബോണ്ട്. ദീസ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. മറ്റുള്ള ബോണ്ടുകൾ പോലെയല്ല, ഇത് ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇഷ്യൂവർ. ദ ടൈം ആൻഡ് എമൗണ്ട് ഓഫ് ഈച്ച് ഇഷ്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് ആദ്യം നമ്മൾ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് പോലെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇഷ്യൂവറുടെ ഡിസിഷൻ അനുസരിച്ച്, മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് അവർ ഓരോ ഇഷ്യൂ നടത്തുക. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു റേസ് ഫണ്ട്സ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് അവർക്ക് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോണ്ടിൻ്റെ പ്രത്യേകത. അടുത്തത് കറൻസി ഓപ്ഷൻ ബോണ്ട്. These bonds are issued in one currency but with the option for the investors to get the interest in other currency. സപ്പോസ് നമ്മൾ പറഞ്ഞ യൂറോ ഡോളർ ബോണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഡോളറിലായിരിക്കും ആ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുക. അപ്പോൾ പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് വേറൊരു കറൻസിയിലാണ്. yen ആണ് അവർക്ക് കിട്ടേണ്ട കറൻസി എന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് കറൻസി ഓപ്ഷൻ ബോണ്ട് എന്ന് പറയുന്നത്. So such bonds can be issued in 3 forms having different features like fixed exchange rate option, floating exchange rate option, and fixed dollar option, and right to convert in US equities. So ഈ ഓപ്ഷൻസ്, ഈ ബോണ്ടുകൾക്ക് ഇങ്ങനെ 3 ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണോ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഫിക്സഡ് ഡോളർ ഓപ്ഷൻ ആൻഡ് റൈറ്റ് ടു കൺവേർട്ട് ഇൻ US ഇക്വിറ്റീസ് അതാണോ, ആ ഓപ്ഷൻസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു കൺട്രിയിലെ കറൻസിയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അത് വേറൊരു കറൻസിയിലായിരിക്കണം അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടേണ്ടത് എങ്കിൽ അങ്ങനെ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് കറൻസി ഓപ്ഷൻ ബോണ്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഡ്രോപ്പ് ലോക്ക് ബോണ്ട്. സോ ഡ്രോപ്പ് ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. which automatically converted into fixed rate bond at a predetermined coupon rate after reaching a predetermined specified rate of interest. സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് എത്തുന്ന സമയത്ത് ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളെ ഫിക്സഡ് റേറ്റ് ബോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ബോണ്ടുകളെയാണ് ഡ്രോപ്പ് ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെയും ഫിക്സഡ് റേറ്റിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കൊള്ളുന്നില്ല അത് വിൽക്കുന്ന സമയത്ത് ഉണ്ടാവുക. സോ പക്ഷേ ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത് അത് ത്രൂ ഔട്ട് ഫിക്സഡ് ആയിരിക്കും. സോ ഒരു പെർട്ടിക്കുലർ ലെവലിൽ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് എത്തുന്ന സമയത്ത് അവർക്ക് ഫിക്സഡ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് ഡ്രോപ്പ് ലോക്ക് ബോണ്ട് എന്ന് പറയുന്നത്. The next, floating rate bond with variable interest rate.
ഇവിടെ these bonds carry fixed coupon rate of interest for short term and converted into another bond of the same nominal value with the long maturity at lower coupon rate. Such bonds are issued when the investors do not commit a long term investment. സോ ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് വിത്ത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഫിക്സഡ് റേറ്റിൽ കുറച്ച് ഷോർട്ട് പീരീഡിലേക്ക് ഇഷ്യൂ ചെയ്യും, എന്നിട്ട് അത് ലോങ് പീരീഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു കൂപ്പൺ റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പിന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ഡിറ്റാച്ചബിൾ വാറണ്ട് ബോണ്ട് എന്ന് പറയുന്നത് ദിസ് ബോണ്ട്സ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് ഡിറ്റാച്ചബിൾ വാറണ്ട്സ് കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് ഡിറ്റാച്ചബിൾ വാറണ്ട് ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ഡെഫേർഡ് പർച്ചേസ് ബോണ്ട്. A deferred purchase bond, the nominal amount of this bonds is repayable in installments by the investors as per the terms of issue. അതായത് ഇൻവെസ്റ്റേഴ്സിന് അത് റീപേ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റിലൂടെയാണ്. അതാണ് ഡെഫേർഡ് ഇൻ പർച്ചേസ് ബോണ്ട്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട്. അത് ഈ ബോണ്ടുകളുടെ പ്രത്യേകത നമുക്ക് ഓൾറെഡി അറിയാം. അതിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ല. ബട്ട് ദേ ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീമബിൾ അറ്റ് നോമിനൽ വാല്യൂ. സീറോ കൂപ്പൺ ബോണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടും ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുക, എന്നിട്ട് റിഡീം ചെയ്യുന്നത് നോമിനൽ വാല്യൂലായിരിക്കും. സോ ദീസ് ബോണ്ട്സ് പ്രൊവൈഡ് ബെനിഫിറ്റ് ഓഫ് ടാക്സ് ഇൻ ടേംസ് ഓഫ് ഫ്യൂച്ചർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓൺ മെച്യൂരിറ്റി. സോ ആ ഡിസ്കൗണ്ട് ആണ് എന്ത് പറയുന്നത്? അവരുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബോണ്ടുകൾ പിന്നെന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടാക്സിൻ്റെ കേസിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. ദ നെക്സ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ നോട്ട്. This instrument is designed to help the borrowers to raise funds through banks credit on a floating rate basis for medium to long term maturities at a lower cost of borrowing. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ നോട്ടാണ് ഇത്. ഈ ബോണ്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോറോവേഴ്സിനെ അവർക്ക് അവരുടെ ഫണ്ടുകൾ റേസ് ചെയ്യാൻ, അതായത് ബാങ്ക് ക്രെഡിറ്റ് വഴി ബോറോവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കമ്പനികൾക്ക് ബാങ്ക് ക്രെഡിറ്റിലൂടെ എന്നാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിസിൽ കുറച്ച് മീഡിയം ടു ലോങ് ടേം മെച്യൂരിറ്റി പീരീഡുള്ള ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിസിൽ ബാങ്ക് ക്രെഡിറ്റ് വഴി അവർക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ നോട്ട് എന്ന് പറയുന്നത്. അതിന് ലോവർ കോസ്റ്റ് ഓഫ് ബോറോയിങ് ആണ് ഉള്ളത്. ദ നെക്സ്റ്റ് യാങ്കി ബോണ്ട്. യാങ്കി ബോണ്ട് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ US dollars. US dollars ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഡോളറിനെയാണ് യാങ്കി ബോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇഷ്യൂഡ് ഇൻ യുഎസിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ബൈ ഫോറിൻ ബാങ്ക്സ് ആൻഡ് കോർപ്പറേഷൻസ്. According to the Securities Act of 1933, these bonds must first to be registered with the Securities and Exchange Commission before they can be sold. Yankee bonds are often issued in tranches and each offering can be as large as $1 billion. അതായത് ഈ ബോണ്ടുകൾ, യാങ്കി ബോണ്ടുകൾ എന്ന് പറയുന്നത് ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളറിലാണ്. നമ്മൾ നേരത്തെ കണ്ടു, US ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് യാങ്കി ബോണ്ട് എന്ന് പറയുന്നത്. സോ ഓരോ ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്യുന്നതിനും ഓരോ ബോണ്ടുകളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ yen ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ബോണ്ടുകളെയാണ് സാമുറായി ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, yen ഡോമിനേറ്റഡ് ബാങ്ക് ഇഷ്യൂഡ് ഇൻ ടോക്കിയോ ബൈ എ നോൺ ജപ്പാനീസ് കമ്പനി ടോക്കിയോയിൽ, പിന്നെ അതായത് ജപ്പാൻ്റെ ക്യാപിറ്റലാണ്, അവിടെ ഇഷ്യൂ ചെയ്യുന്ന പിന്നെ ബോണ്ടുകളെയാണ് എന്ത് പറയുന്നത്? സാമുറായി ബോണ്ട് എന്ന് പറയുന്നത്. So samurai bonds give the issuers the ability to access investment capital available in Japan. അടുത്തത് DM foreign bond. DM Deutschmark denominated debt issued in German capital market. ജർമ്മനിയിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് DM ഫോറിൻ ബോണ്ട് എന്ന് പറയുന്നത്. ഡച്ച് ഫോറിൻ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എവിടെയാണ്? നെതർലാൻഡ്സ്, യൂറോ കറൻസിയിലാണ്, നെതർലാൻഡ്സിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂറോ ബോണ്ട്സ്. സോ ഇതാണ് യൂറോ ബോണ്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. യൂറോ ബോണ്ട്സിൻ്റെ പക്ഷേ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദ യൂറോ ബോണ്ട്സ് ആർ ദ ബോണ്ട്സ് വിച്ച് ആർ ഇഷ്യൂഡ് in a currency that is different from that of the country or market in which the bond is issued. Okay, so that's about Euro.